റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഗോഡ്സില്ല എസ് കോങ് TV സ്പോട്ടിൽ ഗോഡ്സില്ലയും സ്കില്ല എന്ന മോൺസ്റ്ററും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്താ പ്രശ്നമെന്നറിയോ? ഗോഡ്സില്ല ബിയോണ്ട് ദ കോമിക്കിലാണ് ഈ കാര്യം പറയുന്നത്. ഈ കഥ നടക്കുന്നത് ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സിന് ശേഷവും ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന് മുമ്പെയുമാണ്. അതായത് ഗോഡ്സില്ല കിങ് ആയി മാറിയതിന് ശേഷം ഗോഡ്സില്ലയുടെ ടെറിട്ടറീസ് ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടി പോകും. അതേപോലെ തന്നെ ടൈറ്റൻസ് ഒക്കെ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത്. ഈ സ്കില്ല എന്ന മോൺസ്റ്റർ കടലിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഇതിന് അപ്പം ഹോളോ എർത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹോളോ എർത്തിലെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്കില്ല ഹ്യൂമൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ എനർജി അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിന് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സില്ലയെ തടയാൻ ഗോഡ്സില്ല വരും. അതിൽ ഗോഡ്സില്ല സ്കില്ലയെ അടിച്ച് ചുമരിൽ കയറ്റിയിട്ടുണ്ടാകും. സ്കില്ല അവിടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൻ്റെ കഥ നടക്കുന്നത്. അതിനുശേഷം ബേണി എന്ന ഒരുത്തൻ ഗോഡ്സില്ലയെ എപ്പോഴും ട്രാക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോഴാണ് അയാൾ കാണുന്നത് ഗോഡ്സില്ല വേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് സ്കില്ല ഇന്ത്യയിലേക്ക് വരികയാണ് എന്ന്. അതും തമിഴ്നാട്ടിലെ കൂടംകുളം എന്ന സ്ഥലത്ത്. അവിടെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളത്. ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ ഗോഡ്സില്ല അവിടെ എത്തുന്നതിന് മുമ്പ് സ്കില്ല ആ ന്യൂക്ലിയർ പവർ പ്ലാന്റൊക്കെ അടിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ന്യൂക്ലിയർ എനർജിയൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷമാണ് ഗോഡ്സില്ല അവിടെ എത്തുന്നതും ആ സ്ഥലമൊക്കെ കണ്ടുപോകുന്നതും. അപ്പോഴാണ് ഈ ബേണി സ്കില്ല UK-യിലുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഇവൻ കാണുന്നത്. ഗോഡ്സില്ല എത്തുന്നതിന് മുമ്പ് തന്നെ സ്കില്ല ആ പവർ പ്ലാന്റൊക്കെ നശിപ്പിച്ച് അവിടുത്തെ ന്യൂക്ലിയർ എനർജിയൊക്കെ അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഈ സ്കില്ല പ്ലാൻഡായി ഈ ന്യൂക്ലിയർ പ്ലാന്റൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ബേണിക്കൊരു ഡൗട്ട് തോന്നുകയാണ്. ഇതിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഗോഡ്സില്ലയുമായി വീണ്ടും ഫൈറ്റിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ സ്കില്ല വരാൻ ചാൻസ് ഉള്ള ഇറ്റലിയിലെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗോഡ്സില്ല. പുള്ളീനെ കാണാതിരിക്കാൻ വേണ്ടി വെള്ളത്തിനടിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് സ്കില്ല അവിടെ എത്തുന്നതും ഗോഡ്സില്ലയും സ്കില്ലയും തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് നടക്കുന്നതും. ഈ ഒരു ഫൈറ്റാണ് നമ്മൾ മൂവിയിൽ കാണാൻ പോകുന്നത്. ഈ സ്കില്ല എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നറിയണമെങ്കിലൊക്കെ ആ മൂവി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് പറ്റൂ.